ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ 2ാം തവണയാണ് ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു വിന്നർ ഉണ്ടാവുന്നത്. ഒന്ന് ജിൻഡോ, പിന്നൊന്ന് അനുമോള്. അതായത് ഒരു വാക്സാമർത്ഥ്യം ഇല്ലാതെ, നല്ലൊരു ഗെയിം കളിക്കാതെ, ഒരു ക്വാളിറ്റി ഇല്ലാതെ വെറുതെ മോറൽ പോലീസിങ്ങും പറഞ്ഞ്, അതായത് സദാചാരവാദവും പറഞ്ഞ്, ആളുകളുടെ കുറ്റവും പറഞ്ഞു, വിക്ടിം കാർഡ് ഇറക്കി, പെണ്ണെന്നുള്ളൊരു കാർഡ് ഇറക്കി, അങ്ങനെ ഒരു വേഴ്സ് കണ്ടസ്റ്റന്റ് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്തതിന്റെ പേരിൽ ഒരു വിന്നർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചരിത്രത്തിൽ ആദ്യമായിട്ട് അനുമോള് മാത്രമായിരിക്കും ഉണ്ടായിട്ടുള്ളത്. ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു പ്ലെയർ, അതായത് സ്റ്റാർ മാജിക് പോലുള്ള ബോഡി ഷെയ്മിങ് ഉൾപ്പെടെയുള്ള സമൂഹത്തിൽ ഒരു കാലത്തും അംഗീകരിക്കാൻ കഴിയാത്ത തമാശകൾ പറഞ്ഞു പരത്തിക്കൊണ്ടിരുന്ന ഒരു ചാത്തൻ പ്രോഗ്രാമിലെ അതിലെ പ്രേക്ഷകരെല്ലാം കൂടി ഇതിന് വോട്ട് ചെയ്യുന്നു. പിന്നെ PR-ന്റെ ബലത്തിൽ വോട്ട് ചെയ്യുന്നു. ഈ PR കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഈ പറയുന്ന വിന്നേഴ്സിനെ എടുക്കുന്നെങ്കിൽ പിന്നെ ഈ ഷോയുടെ ആവശ്യമില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ജയിക്കാൻ അതായത് ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ഈ പറയുന്ന PR-ന് കുറച്ച് പൈസ കൊടുത്തിട്ട് പോയാൽ മതി, അവർ ജയിപ്പിച്ചു തരും കയ്യിൽ. കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാം മണ്ടന്മാരാക്കി ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു പ്ലെയറിനെ വീണ്ടും ഒരു മത്സരാർത്ഥിയാക്കി കൊണ്ടുവരുന്നു. ഇത്രയും ഒരു വേസ്റ്റ് കണ്ടസ്റ്റന്റ് ചരിത്രത്തിൽ ജിൻഡോയേക്കാൾ വേസ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് അനുമോൾ. അത് പറയാൻ യാതൊരു ബുദ്ധിമുട്ടെടുക്കേണ്ട കാര്യമില്ല. ഇത്രയും ഒരു വേസ്റ്റ് കണ്ടസ്റ്റന്റ് എങ്ങനെ ജയിച്ചു എന്നുള്ളത് മലയാളം ബിഗ് ബോസിന്റെ ക്രെഡിബിലിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്ന കാര്യമാണ്. വേസ്റ്റ് കണ്ടസ്റ്റന്റ്, ഇത്ര ഇറങ്ങിയ വെച്ചിട്ടുള്ള ഏറ്റവും വേസ്റ്റ് കണ്ടസ്റ്റന്റ്.